ഷോർട്ട്സ് വീഡിയോ ഇട്ടാണ്. എന്നാന്ന് പറയണ്ട, നമ്മൾ ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ എന്നാ പറയുന്നത് പോട്ടെ, നമ്മളൊരു സ്ഥലം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറേ ആൾക്കാർ പരിചയമുണ്ട്, കോൺടാക്റ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു 5 ദിവസം 6 ദിവസം ഇല്ലയെന്ന് വെച്ചു, അവരാരും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡേ ബൈ അവർ നമ്മൾ മറക്കും. ആ ഗ്യാപ്പ് അവിടെ ഫില്ലാകും, അവരായി അവരുടെ കാര്യം അവർ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇനി എന്തുകൊണ്ട് അവൻ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുമോ, ഞാനിങ്ങനെ അവന് വിഷമമാകുമല്ലോ, അതൊക്കെ ഓർക്കുന്നതിനെ തന്നെ. കാരണം അവൻ എന്നെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, അത് നീ ഒരിക്കലും നോക്കുന്നില്ല. അതിപ്പോൾ റിയാലിറ്റിയിൽ കുറേ പേര് അനുഭവിക്കുന്ന ഒരു സങ്കടം. ഞാനതുപോലെ തന്നെയാണ്. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞ് അവൻ എന്ത് വിഷമമാകുമോ, പക്ഷേ അവൻ അങ്ങനെ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ പിന്നെ തിരിച്ചു ഒരു സമയത്ത് ഒരു കാര്യം ചിന്തിച്ചു, അവർ നമ്മളോട് അടുത്ത് ഡയറക്റ്റ് സംസാരിക്കുക. എന്നാണ് പറയുന്നത്, അവർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ചൂടായിട്ട് പറയും. നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ ഫീലിങ്സ് സിറ്റുവേഷൻ അവർ ചിന്തിക്കുന്നില്ല. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കണം? ഞാൻ പറഞ്ഞ അത്രയ്ക്ക് മനസ്സാക്ഷി ഇല്ലാണ്ടാവണമെന്നല്ല. നിനക്ക് എന്ത് പറയണമെന്നൊന്ന് പറഞ്ഞോ. അഡ്ജസ്റ്റ്മെൻറ്റ് അഡാപ്റ്റിവിറ്റി എന്ന് നമ്മൾ പറയും. ഒരു സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ആകുകയൊക്കെ വേണം. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. പറഞ്ഞ പോലെ അമൃതം കൂടുതലായ അതും വിഷമാണ്, അതേ രീതി ഒരു വിഷം തന്നെ. അതേപോലെ തന്നെയാണ് എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. നിന്നെക്കൊണ്ട് എന്തോരം സഹിക്കാൻ പറ്റും അത്ര സഹിക്കും. അന്ന് പറയുമ്പോൾ മുഴുവൻ പിടിക്കില്ല. എല്ലാത്തിനും ലിമിറ്റഡ് പോയി. നീ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നീ അവരെ ഹെൽപ്പ് ചെയ്യുക തന്നെ നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഇതാക്കി കഴിഞ്ഞാൽ നിൻ്റെ കാര്യം നടക്കത്തില്ല. അവരെന്നെ യൂസ് ചെയ്യും. എക്സാമ്പിൾ ഇപ്പോൾ എടുക്കാം. ഇപ്പം നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഓക്കെ, ഞാനൊരു മെഡിക്കൽ ഫീൽഡാണ്, അപ്പോൾ നഴ്സാണ്. ഞാനത് കമ്പയർ ചെയ്ത് പറയാം. കാരണം അപ്പോൾ നീ നിൻ്റെ വാർഡിൽ വർക്കെല്ലാം തീർത്തു, വേറൊരു അപ്പുറത്തെ വാർഡിൽ വിളിച്ച് ഹെൽപ്പിന് നീ പോകുന്നു, ഹെൽപ്പ് ചെയ്തു. ഓക്കെ, നീ ഹെൽപ്പ് ചെയ്തു, ഒരു പ്രാവശ്യം നീ ചെയ്ത്, അത് നിൻ്റെ ഒരു ഒരു നേച്ചർ, നീ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ നീ ഇത് ദിവസം ചെയ്യാൻ തുടങ്ങിയാൽ പക്ഷേ ഒരു ദിവസം അത് നിൻ്റെ ഡ്യൂട്ടി പോലെ അവരാക്കും. അവർ വിളിക്കും, വാടാ വന്ന് ചെയ്യും. പക്ഷേ നിൻ്റെ വർക്ക് ഇവിടെ തീർന്നിട്ട് നീ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഓക്കെ, അത് ഒരിക്കലും ഒരു തെറ്റല്ല. ഞാനങ്ങനെ പറയുന്നത്. കാരണം നിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു, നിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നീ പോയി ഇനിയൊരാൾ ഹെൽപ്പ് ചെയ്തു. അല്ലാണ്ട് നിൻ്റെ വർക്കും നിൻ്റെ എല്ലാം പെൻഡിങ് വെച്ചിട്ട് ഇനിയൊരാൾ ഹെൽപ്പ് ചെയ്തിട്ട് എന്താ? നിനക്ക് 24 hours ഉള്ളൂ, അവർക്കും 24 hours ഉള്ളൂ. നിനക്ക് ഉള്ള 24 hours നീ എത്ര മണിക്കൂർ അവർക്ക് എക്സ്ട്രാ വർക്ക് എടുക്കും? അപ്പോൾ നിൻ്റെ അവിടെ ടൈം കുറയുവാണ്. അത് നീ ആദ്യമേ വിചാരിക്കണം. നിനക്ക് അവിടെ ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, നീ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. മനസ്സിലായില്ല? ഇങ്ങോട്ടേക്കൊന്നും വരുന്നുമില്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ സമയം കുറയും. അല്ല, നമുക്കുള്ള സമയത്ത് ആദ്യമേ നിനക്ക് എന്തൊക്കെ വേണ്ടോ എല്ലാ കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് എനിക്ക് എന്തോ ഒരു സമയം ബാക്കിയുണ്ട് ഫ്രീ, അത് നിൻ്റെ ഇഷ്ടം, നിനക്ക് ചെയ്യാം. ഇപ്പം ഞാൻ പറയും പോയി ഹെൽപ്പ് ചെയ്യാൻ, അത് ഞാൻ പറയുന്നതെന്നുള്ളൂ. നീയേ ഡിസിഷൻ എടുക്കണ്ട. നിനക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട, ഡിസിഷൻ നീയാ എടുക്കണ്ട, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ലൈഫിൽ ഇനിയൊരാൾ എന്നെപ്പറ്റി എന്ത് പറയും അതിനെപ്പറ്റി നീ ഒരു കാര്യം വിചാരിക്കേണ്ട, ഒന്നും ചിന്തിക്കാൻ വേണ്ട. നിനക്കൊരു ഡ്രീം കാണും. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. കുറേ ആൾക്കാർ പുച്ഛിക്കുകയാണ്, നീ മോട്ടിവേഷൻ ചെയ്ത് നടന്നോ. ശരിയാ, അവർ ഇപ്പോഴും കളിയാക്കാം. ഞാനതിനെപ്പറ്റി ഇപ്പോൾ ഒരാൾക്ക് പോലും അറിയില്ല ഞാൻ ഇങ്ങനെ കാര്യം ചെയ്യുന്നുണ്ടെന്ന്. കാരണം ആദ്യമേ ഒരിക്കലും ഒരാൾ പറഞ്ഞാൽ അവർ ചിലപ്പോൾ തമാശയൊക്കെ ആയിരിക്കും നെഗറ്റീവ് പറയുന്നത്, പക്ഷേ അത് കേട്ടുമ്പോൾ അവർ മനസ്സ് തളർന്നു പോകും. അതാണ് പ്രശ്നം. സോ ഒറ്റ ഇതിനെ പറ്റി ചിന്തിക്കുക വേണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്ക് കഞ്ഞി കുടിക്കാൻ ഒരുത്തന് 5 പൈസ കൊണ്ടുവന്ന് തരാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. ഒരു ആഫ്റ്റർ 5 year 10 year നീ ഒന്ന് വിചാരിച്ച് നോക്കിക്കുക. നീ ഇപ്പോൾ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുക, എന്തുണ്ടാവും? നിൻ്റെ റിസൾട്ട് നോക്കി കാണും. 10 വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു ബെറ്റർ ലൈഫ് വേണമെന്ന് വെച്ചാൽ 10 വർഷം കഴിയുമ്പം നീ ഒരു മാരീഡ് ആയിരിക്കും, ഫാമിലി ലൈഫായിരിക്കും. അപ്പോൾ ഇന്ന് ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേരെ കാണുള്ളൂ. കാരണം അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി നിങ്ങൾ തന്നെ ചിന്തിക്കണം. അതിന് നീ അപ്പം കിടന്ന് കഷ്ടപ്പെടണം. ഇപ്പോഴെല്ലാം പ്രിപ്പയർ ആക്കാൻ തുടങ്ങിക്കോ. മാരേജ് ചെയ്യോ ഇല്ലയോ അത് നിൻ്റെ ഇഷ്ടം, ചെയ്യേണ്ടതെന്നൊന്നുമല്ല. പക്ഷെ എല്ലാത്തിനും നമ്മൾ റെഡിയായിരിക്കണം. നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല എന്ന് പറയും. നെഗറ്റീവ് എന്തുകൊണ്ട് ചിന്തിക്കാൻ പാടില്ല? ഓക്കെ, എല്ലാ ദിവസവും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റും, അപ്പോൾ ഞാൻ എന്തിനാ കാശ് സേവിങ്സ് ആക്കണമെന്ന് ഞാൻ വിചാരിക്കും. മേ ബി ഒരു ദിവസം പറ്റില്ല, എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റി. ഇതൊന്നും നമ്മുടെ കയ്യിലേ അല്ല. എപ്പോൾ എന്ത് സംഭവിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല. നാളെ ഇപ്പോൾ അടുത്ത സെക്കൻഡോ. സോ പ്രിപ്പയർ ഫോർ എവറിത്തിങ്. ഒരു കാര്യം നെഗറ്റീവും പോസിറ്റീവും ചിന്തിക്കണം. എന്തൊക്കെ സംഭവിച്ചാൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാത്തിനും ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാവും. ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്.